ചപ്പാത്തിയും ചോറെല്ലാം മടിക്കുന്ന സമയത്ത് ട്രൈ ആക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. 3 ചേരുവകൾ മാത്രം മതി. അതുപോലെ തന്നെ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് നമുക്ക് മെയിനായിട്ടും പച്ചരിയാണ് വേണ്ടത്. 2 കപ്പ് പച്ചരി നമ്മൾ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊരു 3-4 മണിക്കൂർ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഒരു 3-4 മണിക്കൂറത്തേക്ക് നമുക്കിത് മൂടി വെക്കാം. അതുപോലെ തന്നെ വേറൊരു പാത്രത്തിൽ നമുക്കൊരു അര കപ്പ് ഉഴുന്നിട്ടിട്ട് അതിലും ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇത് നമുക്ക് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. 1 കപ്പ് പച്ചരിക്ക് 1/4 കപ്പ് ഉഴുന്നാണ് കേട്ടോ വേണ്ടത്. ഞാനിപ്പോൾ 2 കപ്പ് എടുത്തതുകൊണ്ട് അര കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് 2 കുതിർന്നതിന് ശേഷം നമുക്ക് നല്ലോണം കഴുകി ക്ലീൻ ആക്കിയിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാനിതാ പച്ചരി ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സോക്ക് ചെയ്തിട്ടുള്ള ഉഴുന്നും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം കുറയൊന്നും വേണ്ട, കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ചോറും കൂടി ചേർത്ത് കൊടുക്കാം. അര കപ്പ് ചോറാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇത് 3ഉം കൂടി നമുക്ക് നല്ലോണം അരച്ചിട്ട് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അരക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണേ. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഒരു നുള്ള് ബേക്കിംഗ് സോഡയും കൂടി നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്തതിന് ശേഷം ഇത് നല്ലോണം മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ദോശമാവിൻ്റെ പരുവത്തിലാണ് കേട്ടോ കലക്കിയെടുക്കേണ്ടത്. തിക്നെസ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഈ ഒരു കട്ടിയിൽ നമ്മൾ മാവ് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇത്രയും മതി. ഇനി ഇതിപ്പോൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഉണ്ണിയപ്പച്ചട്ടിയിൽ കുറച്ച് ഓരോ ചൂടാക്കാം. ഇതിലേക്ക് നമുക്ക് ഓരോ കുഴിയിലും മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാ കുഴിയിലും നിറയെ മാവ് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് സമയം കഴിയുമ്പോൾ നല്ലോണം പൊന്തി വരാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ എല്ലാ കുഴിയിലും മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ പൊന്തി വന്നാൽ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും നല്ലൊരു ഗോൾഡൻ ഷെയ്ഡിൽ ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ മതി. ഇത് അധികം എണ്ണയൊന്നും കുടിക്കാത്തൊരു പലഹാരമാണ് കേട്ടോ. നമ്മളെപ്പോഴും ചപ്പാത്തിയും പുട്ടെല്ലാം കഴിച്ചിട്ട് മടിക്കുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഉള്ളിച്ചമ്മന്തിയോ അല്ലെങ്കിൽ തക്കാളി ചമ്മന്തിയെല്ലാം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 സൈഡും തിരിച്ചു മറിച്ചിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മൊത്തത്തിൽ കോരിയെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇത് മൊത്തത്തിൽ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. വെറും 2 കപ്പ് പച്ചരിനെ കൊണ്ടാണ് നമ്മൾ ഇത്രയും ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ നല്ല ആരൊക്കെ എടുത്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇതുവരെ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ആക്കി നോക്കാം. ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പികളായിട്ട് നമുക്ക് വീണ്ടും കാണാം.